കാൽപന്ത് കളിയുടെ ഭൂതകാലത്തെയും വർത്തമാനത്തെയും ഒരുപോലെ ഭരിക്കുന്ന ഇടങ്കാൽ മന്ത്രവാദത്തിന്റെ ഉടമയ്ക്ക് ലയണൽ ആന്ദ്രേസ് മെസ്സിക്ക് ഇന്ന് ജന്മദിനം. ഹൈ ഇന്റൻസിറ്റി പ്രസിംഗും കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയും ആധുനിക ഫുട്ബോളിനെ നിയന്ത്രിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രത്തിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് മെസ്സി. ഈ ലോകകപ്പിൽ കളിച്ച 2 മത്സരങ്ങളിൽ നിന്ന് മെസ്സിയുടെ സമ്പാദ്യം 5 ഗോളുകൾ. എന്നാൽ ഇതിനായി മൈതാനത്ത് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കളിക്കളത്തിൽ ആഞ്ഞു വീശാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുമ്പത്തെ ശാന്തതയാണതെന്ന് എതിരാളികൾ തിരിച്ചറിയുമ്പോഴേക്കും പന്ത് വലയിലായിട്ടുണ്ടാകും. മത്സരത്തിലുടനീളം ഓടി നടന്ന് കളിക്കുന്ന ഇന്നത്തെ ശൈലിക്ക് വിപരീതമായി മെസ്സി തന്റെ ഭൂരിഭാഗം സമയവും മൈതാനത്ത് നടക്കാനോ ജോഗ് ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ നിൽക്കാനോ ആണ് വിനിയോഗിക്കുന്നത്. അൾജീരിയക്കെതിരെ ഹാട്രിക് അടിച്ച ആദ്യ മത്സരത്തിൽ മെസ്സി ആകെ ഓടിയത് 7 കിലോമീറ്റർ മാത്രമാണ്. അതായത് മിനിറ്റിൽ ഏകദേശം 94 ചുവടുകൾ. 39 വയസ്സിലേക്ക് കടക്കുന്ന മെസ്സി ഊർജം അനാവശ്യമായി കളയാതെ കളി നിർണായകമാകുന്ന നിമിഷങ്ങളിലേക്ക് അത് കരുതി വെക്കുകയാണ് ചെയ്യുന്നത്. മൈതാനത്ത് വെറുതെ അലസമായി നടക്കുകയാണെന്ന് തോന്നിപ്പിച്ച് എതിരാളികളുടെ ശ്രദ്ധ തിരിക്കുകയും അവരെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു ജീനിയസ് തന്ത്രം കൂടിയാണിത്. ഡിഫൻഡർമാർ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന നിമിഷത്തിൽ മെസ്സി പെട്ടെന്ന് ബോക്സിലേക്ക് കുതിച്ചെത്തുന്നു. ഓസ്ട്രിയക്കെതിരെ 17ാം ലോകകപ്പ് ഗോൾ എന്ന റെക്കോർഡ് നേടിയപ്പോൾ ഈ തന്ത്രം ലോകം വ്യക്തമായി കണ്ടതാണ്. തിയാഗോ അൽമാഡയ്ക്ക് പന്ത് കൈമാറിയ ശേഷം മെസ്സി പതുക്കെ ജോഗ് ചെയ്ത് ഓസ്ട്രിയൻ ഡിഫൻഡർമാരുടെ കണ്ണു വെട്ടിച്ച് ബോക്സിന് മുന്നിലെത്തി. ഫാക്കുണ്ടോ മെദീന നൽകിയ പാസ് അൽമാഡ വിട്ടു നൽകിയപ്പോൾ കൃത്യസമയത്ത് അവിടെ എത്തിയ മെസ്സി പന്ത് പോസ്റ്റിന്റെ താഴത്തെ കോണിലേക്ക് പായിച്ചു. കരിയറിൽ ഉടനീളം മെസ്സി ആവർത്തിച്ചിട്ടുള്ള ക്ലാസിക് ഗോൾ ശൈലിയായിരുന്നു അത്. പന്ത് ടീമിന്റെ കൈവശമില്ലാത്തപ്പോൾ മെസ്സി കളിയിൽ നിന്ന് താൽക്കാലികമായി ഡിസ്കണക്ട് ആകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എതിരാളികളുടെ മാർക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാം. ടീം പന്ത് തിരിച്ചു പിടിക്കുമ്പോൾ കൗണ്ടർ അറ്റാക്ക് നടത്താൻ മെസ്സിക്ക് കൂടുതൽ സമയവും സ്ഥലവും ലഭിക്കും. നടക്കുമ്പോൾ എതിരാളികളുടെ പൊസിഷനിങ് വ്യക്തമായി നിരീക്ഷിക്കുകയാണ് മെസ്സി ചെയ്യുന്നത്. മെസ്സിക്ക് പ്രതിരോധത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകാത്ത രീതിയിലാണ് അർജന്റീന കോച്ച് ലയണൽ സ്കലോണി ടീമിനെ വിന്യസിച്ചിരിക്കുന്നത്. വലതുവശത്താണ് മെസ്സിയുടെ സ്ഥാനമെങ്കിലും മൈതാനത്ത് എവിടെയും കളിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. മെസ്സിയുടെ പ്രതിരോധ ചുമതലകൾ റോഡ്രിഗോ ഡീപോളും നഹുവൽ മൊളീനയും ചേർന്നാണ് പൂർത്തിയാക്കുന്നത്. 2022 ലോകകപ്പിലും മെസ്സി 5 കിലോമീറ്റർ അധികം മാത്രം നടന്നാണ് അർജന്റീനയെ ലോക കിരീടത്തിലേക്ക് നയിച്ചത്. മെസ്സിയുടെ ഈ കളി ശൈലിയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് കൊണ്ടാണ് 2022 ചാമ്പ്യൻ ടീമിലെ 17 കളിക്കാരെയും ഇത്തവണയും അർജന്റീന നിലനിർത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ശക്തരായ എതിരാളികൾക്കെതിരെ മെസ്സിയുടെ ഈ പ്രതിരോധത്തിലെ പങ്കാളിത്തമില്ലായ്മ അർജന്റീനയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന് കണ്ടറിയണം. എങ്കിലും നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ ഈ നടപ്പ് രാജാവിനെ തടയാൻ ലോകത്ത് ഏതെങ്കിലും ഡിഫൻസിന് സാധിക്കുമോ എന്നത് സംശയമാണ്. സ്റ്റേഡിയത്തിൽ വരുന്ന മെസ്സി മെസ്സി എന്ന മന്ത്രധ്വനിയിൽ അലയടിക്കുന്നത് ലക്ഷോപലക്ഷം കളിപ്രേമികളുടെ സ്നേഹം മാത്രമല്ല, കാൽപന്ത് കളിയോടുള്ള ഈ യുഗപുരുഷന്റെ അടങ്ങാത്ത അഭിനിവേശത്തിനുള്ള അംഗീകാരം കൂടിയാണ്. തന്റെ 6ാമത്തെ ലോകകപ്പിലും 5 ഗോളുകളോടെ ഗോൾ വേട്ടയിൽ മുന്നിൽ നിൽക്കുന്ന ഈ 39കാരൻ തെളിയിക്കുന്നത് പ്രായമെന്നത് ഒരു സംഖ്യ മാത്രമാണെന്നാണ്. ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം മാഞ്ഞു പോകാത്ത ഒരു വിസ്മയമായി ലോകത്തിന്റെ നെറുകയിൽ എന്നും തിളങ്ങി നിൽക്കുക മെസ്സി. ഹാപ്പി ബർത്ത്ഡേ. Waytonikah.com, the exclusive Muslim matrimonial site.